Hello, dears. Good evening. ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാരും ഇവിടെ ഉണ്ടോ? യെസ്. താങ്ക് യു മറിയം. ഹലോ. നമ്മൾ കുറച്ച് ഗ്യാപ്പിന്റെ ശേഷമാണ് അല്ലേ ഫ്രൈഡേ ഒരു ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്, ഒരു ഫ്രൈഡേ ടോക്ക് എന്ന് പറഞ്ഞിട്ട്. സോ യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? ഹൗ ആർ യു ഓൾ ഡൂയിങ്? ഹലോ റെജീന മാം, ഗുഡ് ഈവനിങ്. ഓക്കെ, നമുക്ക് എന്തായാലും ടൈം കുറച്ച് ലിമിറ്റഡ് ആണ്, സോ ബിഗിൻ ചെയ്യാം അല്ലേ? സോ എന്നും നമ്മൾ ഇതിൽ എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഫസ്റ്റ് നമുക്കൊരു ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു സെഷനിലേക്ക് നമ്മുടെ മൈൻഡിനെയും ബോഡിനെയും ഒക്കെ ഒന്ന് അലൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പൊ നിങ്ങള് ഞാൻ കുറച്ച് ഡയറക്ഷൻസ് തരാം, നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ബോഡിയെയും മൈൻഡിനെയും അലൈൻ ചെയ്യാം. സോ നിങ്ങൾ ഇന്നത്തെ ഡേയിൽ കുറെ ഹെക്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇൻവോൾവ് ആയിട്ടുണ്ടാകും. അപ്പൊ അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കാം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻലി മെഡിറ്റേഷൻ ചെയ്യുന്നത്. സോ നിങ്ങൾ മെഡിറ്റേഷന് റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ ഇരിക്കാം. ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ, ഫ്രീ ആക്കി ഇടാം. ലൈക്ക് കയ്യിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. യെസ് റംസീന മാം, താങ്ക് യു. സോ യാ, നിങ്ങൾ കൈ കാര്യങ്ങളൊക്കെ ഫ്രീ ആക്കി, ഫോണ് കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്തിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കാം. യെസ്. So yes, let's begin the meditation. നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കാം. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് റിലാക്സ്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഓൾസോ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഒരു റൂമിലാണെങ്കിൽ റൂമിൽ എന്തൊക്കെ ഒബ്ജക്റ്റുകൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. കാമായിട്ട് ഇരുന്നുകൊണ്ട് എൻ്റെ ചുറ്റിലും ഞാൻ എന്തെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യാം. ഓൾസോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളിലേക്ക് ഒന്ന് ലിസൺ ചെയ്യാം. ചെറിയ ശബ്ദങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ ശബ്ദങ്ങളായിരിക്കാം. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശബ്ദം, ഇതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. നൗ നിങ്ങൾക്ക് നിങ്ങൾ സ്കിന്നിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾസോ നിങ്ങൾ നിങ്ങളുടെ കാല് ഫ്ലോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾസോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നൗ യുവർ സെൻസസ് ആർ ഫോക്കസ്ഡ്. നിങ്ങളുടെ കണ്ണും ചെവിയും സ്കിന്നും എല്ലാം ഓൾമോസ്റ്റ് ഫോക്കസ്ഡ് ആണ്, ഈ ഒരു മൊമെന്റിലേക്ക് വന്നിട്ടുണ്ട്. നൗ നിങ്ങൾ ബ്രീതിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ശ്വാസം ഒന്ന് ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. നിങ്ങൾ ബ്രീത് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം.
സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ച് വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കാം. സ്ലോലി ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത്. ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Breathe in, hold on and breathe out. ദീർഘമായ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കാം. Breathe in, hold on and breathe out. ഒന്നുകൂടെ ദീർഘമായി ശ്വാസം എടുത്തു വിടാം. Breathe in, hold on and breathe out. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഓരോ ബോഡി പാർട്ടിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. നിങ്ങളുടെ കാലുകള്, കൈകള്, ഷോൾഡേഴ്സ്, നിങ്ങളുടെ ഹിപ്സ്, തൈസ്, ഫേസ് മസിൽസ്, ബാക്ക് ഓഫ് യുവർ ബോഡി, ഓരോ ഭാഗത്തിലേക്കും ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ആ ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നുണ്ട്. നൗ സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ യുവർ ഹാർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിന്റെ സ്റ്റേറ്റ് എന്താണ് എന്നതൊന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ആ ഫീലിങ്ങിനെ അല്ലെങ്കിൽ എന്ത് ഇമോഷനാണ് നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ പറ്റുന്നത് എന്നതൊന്ന് നിങ്ങൾക്ക് നെയിം ചെയ്യാം. അതിനൊരു പേര് നിങ്ങൾക്ക് കൊടുക്കാം. Name the emotion or feeling at your heart. Whatever is coming, let it enter. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന, നിങ്ങളുടെ ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഒബ്സർവ് ചെയ്യാം. Slowly you can talk to yourself. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. Whatever I feel now, I accept. ഇപ്പോഴെനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, എന്നിലേക്ക് വരുന്ന ഇമോഷൻസ് എല്ലാത്തിനെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. I believe this is coming to me
for a blessed reason. ഒരു അനുഗ്രഹീതമായ കാരണം കൊണ്ടാണ് ഈ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ എന്നിലേക്ക് വന്നിരിക്കുന്നത്. I am open to receive. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കുറച്ചു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിനെ ലിസൺ ചെയ്യാം. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് ഡിസ്റ്റൻറ്റിലായി, കുറച്ചു ദൂരെയായി ഒരു ഗ്രീൻ ലൈറ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായി നിങ്ങൾ കാണുന്നുണ്ട്. A green light is approaching you. It's slowly coming to you. നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. Slowly it is entering into your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ഒരു ഗ്രീൻ ലൈറ്റ് എൻ്റർ ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യാം. Your heart is open to receive the light. Slowly നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് വളരെ കാമാകുന്നതായി ഒബ്സർവ് ചെയ്യാം. Your heart is now lightened. It received the light. സ്ലോലി ആ ഒരു ലൈറ്റ് നിങ്ങളുടെ ബോഡിയിൽ എല്ലാ പാർട്ടിലേക്കും സ്പ്രെഡ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യാം. Just like heart pumps blood to your body parts, it is now spreading the light to all of your body parts. ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് പോലെ എല്ലാ ബോഡി പാർട്സിലേക്കും ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ കാലുകളിലേക്ക്, കൈകളിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക്, അങ്ങനെ ഓരോ ബോഡി പാർട്ടിലേക്കും ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നതായി ഫീൽ ചെയ്യാം. സ്ലോലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫുൾ ആയി കാം ആൻഡ് റിലാക്സ്ഡ് ആകുന്നതായി ഒബ്സർവ് ചെയ്യാം.
As the light enters each body part, ആ ഒരു ബോഡി പാർട്ടിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പെയിൻ, ഡിസ്റ്റർബൻസ് എല്ലാം മാറുന്നതായി നിങ്ങൾ അറിയുന്നു. Let the light heal all the disturbance. Especially your heart. Now നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 3 things you want to say gratitude. നിങ്ങളുടെ സ്വയത്തിനോടാകാം, നിങ്ങളുടെ ക്രിയേറ്ററിനോടാകാം, നിങ്ങളുടെ ഫാമിലിയോടാകാം, നിങ്ങൾ ഇന്ന് കഴിച്ച ഭക്ഷണം, നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾക്കുള്ളിലെ സ്നേഹം, നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ അനുഭവങ്ങൾ, നിങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. Thank you to all the blessings in my life. എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. Thank you to my Creator for this very moment. ഈ ഒരു നിമിഷത്തിന് ഞാൻ എൻ്റെ ക്രിയേറ്ററിനോട് നന്ദി പറയുന്നു. Slowly you can focus on your breath. ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Breathe in, hold on, and breathe out. Breathe in, hold on, and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തു വിട്ട് നിങ്ങൾക്ക് പതിയെ കണ്ണുകൾ തുറക്കാം. Slowly open your eyes and come back. കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാം. സോ തിരിച്ചെത്തിയതിൻ്റെ ശേഷം യു ക്യാൻ ഷേക്ക് യുവർ ബോഡി. നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ഒന്ന് ഷേക്ക് ചെയ്യാം. കൈ രണ്ടും റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു ജസ്റ്റ് സ്ട്രെച്ച് യുവർ ബോഡി, നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. സോ യെസ്, തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എനിക്ക് എന്നാലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടോ ഇല്ലേന്ന്. താങ്ക് യു രജീന മാം. ഓക്കെ മുഹമ്മദ്, താങ്ക് യു. ഓക്കെ താങ്ക് യു മറിയാം. ഓക്കെ, സോ എനിവേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ മെഡിറ്റേഷൻ ആണ്. ലൈക്ക് നമ്മളിപ്പോ നമ്മുടെ ബോഡിയെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ പറയും അതായത്
എൻജോയ് ഫ്രം യുവർ ഹാർട്ട്, സ്പീക്ക് ഫ്രം യുവർ ഹാർട്ട്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടെ ഹാർട്ടിന്റെ സ്റ്റേറ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇതിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഹാർട്ടിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു പ്രോസസ്സാണ് നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്തിട്ടുള്ളത്. ഓൾസോ നമ്മൾ ഒരു കളേഴ്സ് പറയുന്ന സമയത്ത് ഹാർട്ടിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കും. സോ യെസ്, വെൻ വി ഫീൽ ദാറ്റ് ലൈറ്റ്, നമുക്കൊരു ഹീലിംഗ് അവിടെ പോസിബിൾ ആകുന്നുണ്ട്. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരാണ്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി വരാണ്, ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹാർട്ടിനെ ഫോക്കസ് ചെയ്ത് ഹാർട്ടിനെ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഗിവ് യു ലൈക്ക് കൈൻഡ് ഓഫ് ഗുഡ് ഫീലിംഗ്, ഫീൽ ഗുഡ് ഫീലിംഗ് എന്ന് നമുക്ക് പറയാം. സോ യെസ്, ദാറ്റ് വാസ് അബൌട്ട് മെഡിറ്റേഷൻ. ഓൾസോ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. യു ഓൾറെഡി നോ. അതായത് നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നു, അത്രത്തോളം നമുക്ക് നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഉള്ള കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര എക്സ്പാൻഡഡ് ആയിട്ട്, അല്ലെങ്കിൽ വിശാലമായ രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി, നമ്മൾക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ പവർഫുൾ ടൂൾ. ദാറ്റ്സ് അബൌട്ട് ദ മെഡിറ്റേഷൻ. പിന്നെ ഫ്രൈഡേ ടോക്ക് നമ്മൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ, ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ചില കാര്യങ്ങളൊക്കെ ഒരു സംഭവിക്കപ്പെടുന്ന രീതിയിലാണ്. ലൈക്ക് നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ആയിരിക്കണം എന്നില്ല ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. സോ ഐ തിങ്ക് ഫ്രൈഡേ ടോക്ക് എന്ന് പറയുന്നത് അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ, യു ആർ ഓൾ എക്സൈറ്റഡ് ടു ലിസൺ ടു ഫാരിഷ മാം. സോ യാ, നമുക്ക് സെഷൻ ബിഗിൻ ചെയ്താലോ? റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിലാണ് സെഷൻ ബിഗിൻ ചെയ്യാം. വെൻ ദ സ്റ്റുഡൻറ് ഇസ് റെഡി, ടീച്ചർ അപ്പിയേഴ്സ് എന്നാണ്. സോ നിങ്ങളിപ്പോ സ്റ്റുഡൻസ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ റെഡിയാണോ? യെസ്. ഇതുപോലെ ഒരു തംസപ്പ് ഒക്കെ ഇട്ടാ മതി. റെഡി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, ഓവർ ടു യു ഫാരിഷ. വെയിറ്റ്. ഹലോ, ഓഡിബിൾ ആണ്? ഓഡിബിൾ അല്ലേ? ഹായ്, ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ ഓവർ ദെയർ. ലോങ് ടൈം അല്ലേ? നമ്മള് ഫുൾ ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ കഴിയില്ല. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് സംതിങ് പ്രിപ്പയറിങ്. ഓക്കെ, അപ്പോ എന്തായാലും ഇത് റീസ്റ്റാർട്ട് ചെയ്യണോ, റീസ്റ്റാർട്ട് ചെയ്യണ്ടേ, അങ്ങനെയെല്ലാം കുറെ ലൈക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഐ തോട്ട് ടു റീസ്റ്റാർട്ട്. ആൻഡ് വെരി ഹാപ്പി നിങ്ങൾ കേൾക്കാൻ വന്നിരുന്നത് കൊണ്ടാണ് പറയാൻ നമുക്കും എല്ലാം അവസരം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ റിയലി താങ്ക് യു സോ മച്ച്. ആൻഡ് അപ്പോൾ മെഡിറ്റേഷൻ ആക്ച്വലി ഇന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലർക്കും പുതിയ അറിവാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ചോദിക്കുന്നതിനൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ, മെഡിറ്റേഷൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? വാട്ട് ഈസ് മെഡിറ്റേഷൻ? വാട്ട് കംസ് ഇൻ യുവർ മൈൻഡ് ഫസ്റ്റ്? വാട്ട് ഈസ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്താണ്? Can you please use the chat box? Calm. Okay. Relax. Then, എല്ലാരും വരട്ടെ. It's coming from your subconscious. That's why I told you to respond in chat box. നിങ്ങളെ മനസ്സിൽ നിന്ന് വരുന്ന സാധനമാണ് വാട്ട് ഈസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് വാട്ട് കംസ് ഫസ്റ്റ് ഇൻ യുവർ മൈൻഡ്? അയ്യോ, ഓക്കെ, ഫൈൻ. സോ ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, മെഡിറ്റേഷന്റെ ഒരുപാട് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മളിപ്പോ ലൈക്ക് ഓരോ റിലീജിയൻ എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഹിന്ദുയിസം ലോർഡ് ശിവ യൂസ് ടു മെഡിറ്റേറ്റ്. ആൻഡ്
നമ്മൾ ആസ് എ മുസ്ലിം ഐ നോ മോർ അബൌട്ട് ഖുറാൻ ആൻഡ് ഹദീസ്. ഐ ഡോണ്ട് നോ മച്ച്. ഐ ജസ്റ്റ് സിംപ്ലി ടച്ച് എവറിത്തിങ്. ഒന്നും എല്ലാം ടച്ച് ചെയ്തെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം അതെല്ലാം ഡീപ്പായിട്ട് ഡൈവ് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബിസ്മിന്റെ നുക്കത്തിന്റെ ഉള്ളിൽ തന്നെ, ആ ഒരു കുത്തിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനും 70ഓളം ഒട്ടകങ്ങൾക്ക് ക്യാരി ചെയ്യാൻ മാത്രമുള്ള വിസ്ഡംസ് അതിന്റെ ആ ഒരു കുത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നുള്ളത്. അപ്പൊ ഒന്നും അറിഞ്ഞെന്ന് പറയാൻ കഴിയില്ല. സ്റ്റിൽ ഇൻ ലൈക്ക് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ ആക്ച്വലി പ്രൊഫറ്റ് മുഹമ്മദ് ആ ഒരു കലുഷിതമായ കാലഘട്ടത്തിൽ, ഞാൻ മുന്നേ ഫ്രൈഡേ ടോക്കിൽ ഇത് പറഞ്ഞിനോന്ന് അറിയില്ല, കലുഷിതമായ കാലഘട്ടത്തിൽ ഈ വാസ് എക്സോസ്റ്റഡ് വിത്ത് ദ ലൈക്ക് ആ സമയത്ത് പല കാര്യങ്ങളും നടക്കുന്ന, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന പല സാധനങ്ങളും നടക്കുന്ന സമയത്ത് he used to go to cave of Hira and he just simply sit there in a meditation before he getting the prophet, I mean prophethood അല്ലെങ്കിൽ വഹ്യ് കിട്ടുന്നതിന് മുന്നേ he used to meditate. And I think in Hinduism, Lord Shiva also used to do some kind of meditation. And അതില് എന്തെല്ലോ ബ്ലോക്കേജ് വരും. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ്. എന്നാലും അതിൽ എന്തെല്ലോ ബ്ലോക്കിങ്സ് വരുന്നതും അങ്ങനെ ആ മെഡിറ്റേഷനെ ബ്രേക്ക് ചെയ്യുന്നതായിട്ടൊക്കെ എവിടെയെല്ലാം കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ട്. സോ മെഡിറ്റേഷൻ ഈസ് ഓൾ അബൌട്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക. നമ്മളൊന്ന് സ്വയത്തിനെ കാം ഡൗൺ ചെയ്ത് നമ്മളെ ബോഡി എന്ന വാഹനത്തിനൊന്നാടി ഇരുത്തി മൈൻഡിൽ നിന്ന് കുറെ സാധനങ്ങൾ, ഇപ്പൊ റിൻഷിങ്ങളോട് ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്ന സമയത്ത് യു ആർ ജസ്റ്റ് കോൺഷ്യസ്ലി ഫോക്കസിങ് ഓൺ യുവർ ബ്രെത്ത്, റൈറ്റ്? നിങ്ങൾ ബ്രെത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്. ഇപ്പൊ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ 24 മണിക്കൂർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവണ് ഉറങ്ങുമ്പോൾ പോലും റൈറ്റ് ഈ സാധനത്തിനെ കോൺഷ്യസ് ആയിട്ട് വലിക്കുന്നുണ്ടോ? ചില സമയത്ത് നെടുവീർപ്പിടും എന്തെങ്കിലും ലൈക്ക് ആകെ എക്സോസ്റ്റഡ് ആകുന്ന സമയം, ഓ റൈറ്റ് അല്ലേ? അല്ലാണ്ട് കോൺഷ്യസ് ആയിട്ട് അതിനൊന്ന് ആ ഒരു ഫീൽ ചെയ്ത് അറിഞ്ഞുകൊണ്ട് ബ്രിത്തിനെ ഫോക്കസ് ചെയ്ത് ബ്രിത്തിനെ ഫീൽ ചെയ്ത് അതിന്റെ സെൻസേഷൻസ് അറിഞ്ഞുകൊണ്ട് ആ ബ്രീത്ത് എന്ന് പറയുന്ന ആ ബ്രെത്ത് ഇല്ലെങ്കിൽ, ആ ഒരു ഇതില്ലെങ്കിൽ ഇത് വെറും ഇറ്റ്സ് ഡെഡ് ബോഡി, റൈറ്റ് അല്ലേ? അപ്പോൾ ആ മെഡിറ്റേഷൻ കേൾക്കുന്ന സമയത്ത് ലൈക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ കാം ഡൗൺ ആക്കി നമ്മളൊന്ന് അറിഞ്ഞ് നമ്മൾ അതിൽ പല ലൈക്ക് ഗൈഡഡ് മെഡിറ്റേഷനിൽ പോകുമ്പോൾ ഇപ്പൊ റിൻഷി പറഞ്ഞ ഓരോ സ്റ്റെപ്സിലൂടെ നിങ്ങൾ നിങ്ങൾ ഹാർട്ടിലേക്ക് ലൈറ്റ് റിസീവ് ചെയ്യണം അല്ലെ? ഹാർട്ടിലേക്ക് ലൈറ്റ് റിസീവ് ചെയ്യാൻ റിൻഷി നിങ്ങൾക്ക് സജഷൻ തന്നു. ആക്ച്വലി ലൈറ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. പറഞ്ഞാലും അറിഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്ക് അറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ലൈറ്റ്. ആക്ച്വലി ഖുറാനിക് വേഴ്സിൽ ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അള്ളാഹു നൂറ് സമാവാത്തി വൽ അർദ്, അതായത് അള്ളാഹു നൂറാണ് എന്നുള്ളത്. 1 സെക്കൻഡ്, ഒരു ഇമ്പോർട്ടന്റ് കോൾ ആണ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, താങ്ക് യു ആൻഡ് റിയലി സോറി. അപ്പോ ആക്ച്വലി ലൈറ്റ് ഇപ്പോ ഹാർട്ടിലേക്ക് ലൈറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് സജഷൻ തന്നല്ലേ? അപ്പൊ ലൈറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ലൈക്ക് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം നമ്മൾ യൂണിവേഴ്സലി പഠിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം നൂറാണ്, ലൈറ്റാണ്. ഓക്കെ, ആ ലൈറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യാണ്. നമുക്കിപ്പോ ഒരു എനർജി ബോഡി ഉണ്ട്, റൈറ്റ്? ഇത് ഒരു ഫിസിക്കൽ ബോഡി, അതിന്റെ അപ്പുറത്തേക്ക് മെറ്റാഫിസിക്കൽ വേൾഡ് നമുക്ക് ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കേണ്ട സംഭവം തന്നെയാണ്. നമുക്കിപ്പോ ആത്മാവുണ്ട്, റൈറ്റ്? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ഓരോ സാധനത്തിനെ കാണുന്ന ഒരു ഡയമെൻഷൻസ് ഉണ്ടല്ലോ.
ഇപ്പൊ നമ്മൾ ഈ ഒരു മൗസ് കാണുന്ന സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് എ മൗസ്. ഇതിന്റെ ഉള്ളിലുള്ള പല സംഭവങ്ങൾ ഉണ്ടല്ലോ, അതിലേക്ക് വീണ്ടും ബാറ്ററി ഇട്ട് അതിലേക്ക് ഒരു എനർജി കണക്ട് ചെയ്താൽ മാത്രമാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇതിൽ ചാർജ് എടുക്കുന്നില്ല, ഇതിൽ ബാറ്ററി എടുക്കുന്നില്ല എന്ന് പറയും അല്ലെ, റൈറ്റ്? അപ്പൊ ആ ഒരു ചാർജാണ് ആക്ച്വലി ലൈറ്റ്. അപ്പൊ നമ്മളെ ലൈഫിൽ എവിടെയുള്ള ഡാർക്ക്നെസ് ഉണ്ടോ, ഇപ്പൊ അറിവ് ഒരു ലൈറ്റാണ്, അറിവ് ഒരു ലൈറ്റാണ്. അതേപോലെ നമ്മളെ ബോഡീനടുത്ത് നമ്മൾ കയറി മുറിച്ച് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി ബോഡിന്റെ ഉള്ളിൽ കോടാനുകോടി കോശങ്ങള് നിങ്ങളെ കൂടെ നിങ്ങളെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവൻ ഇഫ് യു ആർ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സെഷൻ എടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള കോടാനുകോടി കോശങ്ങളും ആ കോശങ്ങൾക്കുള്ളിൽ ഒരുപാട് വർക്കേഴ്സ് വേറെ ഉണ്ട്. അവരെല്ലാം ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഫ്രൈഡേ ടോക്ക് ഇവിടെ നടക്കുന്നത് ഉള്ളത്, റൈറ്റ്? ഇപ്പൊ ഈ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫോണ്, അതിന്റെ ഉള്ളിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. നമ്മൾ ഈ ലാപ്ടോപ്പ് മാത്രമാണ് കാണുന്നുള്ളത് അല്ലെ, അതിന്റെ ഉള്ളിലുള്ള വയറുകളും മറ്റുള്ള സാധനങ്ങളും ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോ അതേപോലെ നമുക്കൊരു മെറ്റാഫിസിക്കൽ റിയാലിറ്റി എന്തായാലും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മളെ ഗൈഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലൈറ്റ് ആൻഡ് ലവ് ആൻഡ് ലൈറ്റ്. നിങ്ങൾ എവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും യു ജസ്റ്റ് സ്പ്രെഡ് ലവ് ആൻഡ് ലൈറ്റ് എന്നുള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ, എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ലൈറ്റ് ആണ്. ഹലോ ഹലോ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ ആ ഒരു ലൈറ്റ് ആണ് നമുക്ക് റിസീവ് ചെയ്യേണ്ടത് ഉള്ളത്. ഓക്കെ, അപ്പൊ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നോ, നമ്മൾ വിചാരിക്കുന്ന ലൈക്ക് നമ്മളൊക്കെ വിചാരിക്കുന്ന കാര്യമാണ്. ഈവൻ ഇപ്പൊ നമുക്കും ഫ്ലക്ച്വേഷൻസ് വരും. പല കാര്യങ്ങളും പഠിക്കുന്ന സമയത്തും നമ്മൾ ഇതെല്ലാം എന്താണ് ചില സമയത്ത് ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ബട്ട് ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു പാകപ്പെടുത്തലാണ് എന്നുള്ള കാര്യം ഷുവറാണ്. എന്ത് പ്രയാസം ആയിക്കോട്ടെ, ലൈക്ക് മനുഷ്യന്മാരുടെ അടുത്ത് ആയിക്കോട്ടെ, അല്ലെ വേറെ എന്ത് നിങ്ങൾക്ക് ബോഡിയിൽ വരുന്ന പ്രയാസങ്ങളായിക്കോട്ടെ, അതെല്ലാം ഡെഫിനറ്റ്ലി നിങ്ങൾ പാകപ്പെടുത്തലാണ് എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഹാർട്ടിലേക്ക് ലൈറ്റ് റിസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, ആ റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ക്രിയേറ്ററിനെ നിങ്ങൾ വിളിക്കുന്നു, ദൈവം, ലൈക്ക് വാട്ട് എവർ യു കോൾ, ആ ക്രിയേറ്ററിന്റെ അടുത്ത് നിങ്ങൾക്ക് ലൈറ്റ് റിസീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു മെഡിറ്റേഷൻ റിൻഷി തന്ന ആ ഒരു ഹാർട്ടിലേക്ക് ലൈറ്റ് റിസീവ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് രാത്രി ജസ്റ്റ് കിടക്കുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആയി ബ്രെത്ത് എടുത്ത് ആ ബ്രെത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞേ, ലൈക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രൈഡേ ടോക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത ആളുകൾക്കെല്ലാം പിന്നെ നാച്ചുറലി നമ്മളെ ഉള്ളിൽ തന്നെ വരും മെഡിറ്റേഷൻസ്, റൈറ്റ്? അപ്പോ രാത്രി കിടക്കുന്ന സമയത്ത് ആ ലൈറ്റ് റിസീവ് ചെയ്യുന്നത്, നിങ്ങളെ എല്ലാ പ്രശ്നത്തിനും ആ ലൈറ്റ് കൊണ്ട് ഇല്ലാതാകുന്നതായിട്ടെല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഹിറയില് നമ്മള് മുത്തുനബി ധ്യാനത്തിലിരുന്ന് ദെൻ ഹി ഗോട്ട് ദ ക്ലാരിറ്റി, റൈറ്റ്? ഹി ഗോട്ട് ദ ക്ലാരിറ്റി അബൌട്ട് വാട്ട് ടു ഡു ഇൻ നെക്സ്റ്റ്. എന്താണ് ഈ ഒരു സമൂഹത്തിനെ നേർമാർഗത്തിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത് എവിടുന്നാണ്, റൈറ്റ്? ഇറ്റ്സ് ഫ്രം ലൈക്ക് മെഡിറ്റേഷൻ ചെയ്ത് ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമുക്ക് എല്ലാം വരുന്നത് റൈറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂല. ഇപ്പൊ നമ്മളൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന്റെ പാത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ, ഫസ്റ്റ് ഞാൻ മുന്നേ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്. അത് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യാണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. എന്നാലും നമുക്ക് ചിലപ്പോൾ അതിൽ മിസ്ഗൈഡൻസ് എല്ലാം വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ ജേർണൽ ചെയ്യാൻ വേണ്ടി എന്താ ഫസ്റ്റ് നിങ്ങളോട് പറയുന്നത്, ജേർണൽ ചെയ്ത് ഇത് നിങ്ങളിൽ ഓട്ടോ പൈലറ്റ് മോഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പൊ ഫോർഗിവ്നെസ്, ആരടുത്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി നടക്കുന്നുണ്ടാവും, ശ്വാസം വിടാനും പറ്റുന്നുണ്ടാവില്ല, ഒന്ന് മനസ്സറിഞ്ഞിട്ടൊന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ആ ശ്വാസം നമ്മൾ ഉള്ളിലുള്ള ആ ശ്വാസത്തിനൊന്ന് ഫീൽ ചെയ്ത് അനുഭവിച്ചിട്ട് ശ്വാസം എടുക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഈ സാധനം എല്ലാം ഓവർലോഡ് ആക്കിയിട്ട് കൊണ്ട് നടക്കുന്നു.
അല്ലെ? ആ കൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ലൈക്ക് കൊണ്ട് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കാം. ആക്ച്വലി ഫോർഗിവ് ചെയ്യാണ്ട് നമ്മൾ വെക്കുന്ന കാര്യങ്ങൾ ഇത് വീണ്ടും 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 ഈ ഒരു ടോപ്പിക് തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മരുന്ന്, ഇതാണ് യൂണിവേഴ്സൽ മെഡിസിൻ ഫോർ യുവർ എവറി സക്സസ്. നിങ്ങൾ എല്ലാ സക്സസിനും സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് വലിയ വലിയ കാര്യമാണ്. സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റാം? നമുക്ക് ആ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കേണ്ട കാര്യം എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ഇതെല്ലാം നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യാം. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വെറും എഴുതൽ മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫോണ് ആക്ച്വലി ഞാൻ ഈ ഫോണിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, ഇതിൽ വേണ്ടാത്തതെല്ലാം ഡീക്ലറ്റർ ചെയ്യുന്നത്, ഇതിനെ നല്ല രീതിയിൽ നന്മക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. വെറുതെ റീൽസ് കണ്ടിട്ട് നമ്മളെ ബ്രെയിനെ ഇതാക്കിയിട്ടും ലൈക്ക് ബ്രെയിനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടും അല്ലാണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഇതിൽ വിളിച്ചിട്ട് നമ്മൾ വേണ്ടാത്ത ലൈക്ക് അറിയാണ്ട് നമ്മൾ ഗോസിപ്സ് കാര്യങ്ങളെല്ലാം ചില സമയത്ത് നമ്മൾ പെടും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കാനോ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ പോയി. ഓക്കെ, ഇതിനെ പരിപാലിക്കൽ, ഇത് ഈ ഫോൺ എന്ന ഈ ഒരു സാധനത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ പരിപാലിക്കുന്നു, പരിപാലനത്തിൽ വന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ആ പരിപാലനത്തിന് വന്ന് റൈറ്റ്. അതേപോലെ ഇതിനോട് അതേപോലെ തന്നെ ഫോർഗിവ്നെസ്സിന്റെ വിഷയം പറയാന്ന് വെച്ചാൽ നമ്മളൊരു വളപ്പുണ്ട്, നമുക്കൊരു വലിയ വളപ്പ് നമ്മളെ അടുത്തുണ്ട്. നമ്മളെ അടുത്ത് വലിയൊരു വളപ്പുണ്ടായിട്ട് നമ്മൾ കാട് കയറി കിടക്കാണ്. ഇതെല്ലാം നിങ്ങൾ മുമ്പേ വേറെ ഏതെങ്കിലും സെഷൻസ് എല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം കേട്ടിട്ടുണ്ടോ? കാട് കയറി കിടക്കാണ്. നമ്മൾ വിചാരിക്കുന്നത് അതിൽ കുറച്ച് നല്ല വിത്തെല്ലാം കൊണ്ടുപോയിട്ട് ഇടണം. നമുക്ക് ചിലപ്പോൾ കുറെ ഐഡിയാസ് വരും. ഇന്ന ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോം ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ഒരുപാട് ഐഡിയാസ് നമുക്ക് വരും. അപ്പൊ വന്നിട്ട് നമ്മൾ ഈ വിത്തിടാൻ വേണ്ടി നോക്കുമ്പോൾ ഫുൾ ആ വളപ്പിൽ മൊത്തം കാടാണ്. പിന്നെ എങ്ങനെ നമുക്ക് വിത്തിടാൻ പറ്റുമോ? ആ ആ കാട് മൊത്തം വൃത്തിയാക്കി ആ ഭൂമിനെ ശരിക്കും നിരപ്പാക്കി അതിൽ ചിലപ്പോൾ മണ്ണ് മാറ്റേണ്ടി വരും, അതിൽ വെള്ളക്കൂറുള്ള മണ്ണ് ഇടേണ്ടി വരും റൈറ്റ്. എന്നിട്ട് ആ ഭൂമിനെ നമ്മളെ പാകപ്പെടുത്തി എടുത്തതിന് ശേഷമല്ലേ നമ്മൾ വിത്തിടുന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മളെ ഈ ഹൃദയത്തിലേക്ക് ലൈറ്റ് വരുന്ന കാര്യം പറഞ്ഞു. ആക്ച്വലി ഹൃദയം എവിടാണ്, ഇപ്പൊ ദൈവത്തിന് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങളെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി അങ്ങ് നന്നായി റൈറ്റ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നു എനിക്ക് ആരോടും അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, എനിക്ക് അങ്ങനത്തെ പ്രശ്നേ ഇല്ല എന്നല്ലേ നമ്മൾ പറയും. ബട്ട് ഈഗോ എന്ന് പറയുന്ന സാധനം നമുക്ക് പല രീതിയിൽ ഇത് നമ്മളെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഞാനിപ്പോ നല്ലോണം ഞാൻ എൻ്റെ 5 വക്ത് എൻ്റെ പ്രയർ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവന്നു. വേറൊരാൾ എൻ്റെ വീട്ടിൽ തന്നെ പ്രയർ ഇല്ലാത്ത ഒരാളുണ്ട്. ആ ആളോട് ഞാൻ പറയാൻ, നിങ്ങൾ എന്തെന്നാണ്, നിങ്ങൾക്ക് നരകത്തിൽ പോണ്ടേ, നിങ്ങൾക്ക് സ്വർഗമൊന്നും വേണ്ടേ, നിങ്ങൾ നിസ്കരിക്കുന്നില്ലേ? ഈഗോ വന്ന്, അപ്പൊ ഞാൻ സ്വർഗത്തിൽ പോകുന്ന ആളായി, ആള് നരകത്തിൽ പോകുന്ന ആളായി. നമ്മളോട് പഠിച്ചോൻ എന്താ പറഞ്ഞ, നിങ്ങളെ ഹൃദയത്തിലേക്കാ നോക്കാം. ചിലപ്പോ നമ്മൾ 5 മിനിറ്റ് 5 പോരാൻ്റെ എക്സ്ട്രാ ദുഹ ഉണ്ടാവും, അല്ലെങ്കിൽ തഹജ്ജുദ് ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യുന്നത് നമ്മളെ ഹൃദയത്തിൽ ഈ രീതിയിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ then what is എന്താ എന്താ നിങ്ങളെ കർമ്മം, നമ്മളെ കർമ്മം എന്താണ്? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെഷൻ എടുക്കുമ്പോൾ ഞാൻ എന്നെ നിങ്ങളെ മുന്നിൽ അവിടെ ഇരുത്തും റൈറ്റ്. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും കാരണം എനിക്കിതിൽ ഞാൻ കേട്ടോണ്ടിരിക്കണം. നമ്മൾ ഈമാൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളതിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. നമ്മളിപ്പോ വീട് ക്ലീൻ ചെയ്യുന്നത് അല്ലെ, നമ്മളെല്ലാം ഫോണ് ഡീക്ലറ്റർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഞാൻ എന്ന മനുഷ്യനും. പിന്നെ നമ്മൾ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് ജീവിച്ച ഒരാൾക്ക് ഇത് കുറച്ച് നമ്മൾ ഒരു ആക്ഷനിലൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഒരു ഡ്രൈവർ ഓട്ടോമാറ്റിക്കലി സഡൻ ബ്രേക്ക് ഇടുന്നു, ഓട്ടോമാറ്റിക്കലി ഗിയർ മാറ്റുന്നു, ആളുടെ ബോഡി മൈൻഡ് ബ്രെയിൻ കാല് എല്ലാ സാധനങ്ങളും അതിൽ വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിലെ പാത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാല് പിന്നീട് നമ്മളിൽ ഇത് ഓട്ടോ പൈലറ്റ് മോഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂൾസിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും അൺകണ്ടീഷണൽ ലവും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യാനേ പാടില്ല. നിങ്ങൾ എങ്ങനെ ഫുഡ് കൊണ്ടു നടക്കുന്നത്, നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഹൈജീന് കൊണ്ടു നടക്കുന്നത്, നിങ്ങളെ ലൈക്ക് നിങ്ങളെ
ബോഡിനെ നമ്മൾ കൊണ്ടെടുക്കുന്ന നമ്മളെ റിച്വൽസ്, നമ്മളെ ലൈക്ക് നമ്മളെ റിച്വൽസ്, നമ്മളെ നിസ്കാരം, നോമ്പ്, അല്ലെങ്കിൽ വാട്ട് എവർ യു പൂജ, വാട്ട് എവർ നിങ്ങൾ ചെയ്യുന്ന റിച്വൽസ് നിങ്ങൾ എങ്ങനെ കൊണ്ട് നടക്കുന്ന ആ രീതിയിൽ കൊണ്ട് നടന്ന് 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 വന്നു കഴിഞ്ഞാൽ ആണ് ഇത് ഓട്ടോ പൈലറ്റ് മോഡിൽ വർക്ക് ചെയ്യുക. അപ്പൊ മെഡിറ്റേഷൻ ഇന്ന് മെഡിറ്റേഷന്റെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സംഭവമാണ് നമ്മളെ ലൈഫിൽ. ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഫസ്റ്റ് ആക്ച്വലി ഐ തോട്ട് ഐ ഡിഡ് എ കോഴ്സ് നെയിം ഡിലൈറ്റ്. ആ ഡിലൈറ്റ് എന്നാണ് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്തത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ട്രാൻസ്ഫോർമേഷന്റെ പാത്തിലല്ലേ. ലൈഫിന്റെ നമ്മളൊരു അൾട്ടിമേറ്റ് ആയിട്ട് നോക്കുന്ന എന്താണ്, അൾട്ടിമേറ്റ് സക്സസ് നമ്മൾ പറയുമായിരിക്കും ഹിയർ ആഫ്റ്റർ സക്സസ് മതി, ഈ ദുനിയാവ് ദുരിതമായിക്കോട്ടെ, ഈ ഭൂമി ദുരിതമായിക്കോട്ടെ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വാക്കുകൊണ്ട് പറയും. ബട്ട് ഇന്നേറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും നമ്മളെ മനുഷ്യനൊരു ഹാപ്പിനെസ്സും സക്സസ്സും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ ഒരു ഭർത്താവിന് ലൈക്ക് ഒരു വിവാഹ ജീവിതം എടുത്തു കഴിഞ്ഞാല് നമ്മളോട് പറയുന്നുണ്ട് അല്ലെ, എന്താണ് ലൈക്ക് ഭർത്താവിന്റെ പൊരുത്തത്തിലായ സ്ത്രീ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ ഖുറാനിൽ പറയുന്നുണ്ട് അല്ലെ. ഐ ഡോണ്ട് നോ ആക്ച്വലി ഖുറാനിലാണോ ഹദീസിലാണോ അത് പറഞ്ഞെന്നുള്ള കാര്യം കറക്റ്റ് എനിക്കറിയില്ല. അപ്പൊ അത് പറയുന്നുണ്ട് എന്താണ്, ഭർത്താവിന്റെ പൊരുത്തത്തിലായ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിക്കാം ഓക്കെ നമ്മൾ അവിടെ സ്വർഗത്തിൽ ആയി, ഞാനിപ്പോ പൊരുത്തത്തിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ആ സ്വർഗത്തിൽ സെറ്റായി നമ്മളിങ്ങനെ വിചാരിക്കും. ബട്ട് ആക്ച്വലി അതല്ല, നമ്മളെ ലൈഫ് സ്വർഗീയ അവസ്ഥയിലേക്കായി. നമ്മള് ഭർത്താവിന്റെ പൊരുത്തത്തിലായ ഒരു സ്ത്രീന്റെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയി, ഭയങ്കര ലൈക്ക് ഇങ്ങനെ കൊണ്ടു നടക്കൂലേ ഹസ്ബൻഡ്. നമുക്ക് എന്താ വേണ്ടേ ചെയ്തു തരും, നമുക്ക് എന്താണ് നമ്മള് ആ ഒരു ഇല്ലേ, നമ്മളിപ്പോ ആ ഒരു ഏത് നമ്മളെ ഫിസിക്കൽ റിലേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമുക്ക് അത്രയും അങ്ങനെ ഒരു സ്വർഗീയാവസ്ഥയിലേക്ക് നമുക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവത്തിലേക്ക് എത്തും എന്നുള്ള. അതേപോലെ പറയുന്നുണ്ട് യഥാർത്ഥ വിശ്വാസിക്ക് ഭയവും ഇല്ല, ആങ്സൈറ്റിയും ഇല്ല. എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ളതും ഇല്ല, പാസ്റ്റിലുള്ള റിഗ്രറ്റ്സ് ഒരു സാധനവും ഇല്ല. അപ്പൊ എന്താ ഈ പ്രസന്റിൽ ജീവിക്കുക, പ്രസന്റിൽ ജീവിക്കുമ്പോ ഹാപ്പിനെസ് ആണ്, സട്ടിലാണ് പ്രസന്റിൽ ജീവിക്കും. ആ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ ഈ പറഞ്ഞ സാധനത്തിലൂടെ എല്ലാം പോയി പോയി ഒന്ന് കുറച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കാട് വൃത്തിയാക്കി കുറച്ച് നല്ല പണിയെടുക്കേണ്ടി വരും. എന്നിട്ട് അത് കോരി കളയാൻ ഒരാളെ കൊണ്ടുവരേണ്ടി വരും. റൈറ്റ്, എനിക്കിപ്പോ ഇവിടെ അത്യാവശ്യം കുറച്ച് ഏരിയ ഉള്ള സ്ഥലത്ത് തന്നെ പിന്നെ എനിക്ക് നല്ല പണിയാ ലൈക്ക് ഈ ഒരു ക്ലീൻ ചെയ്യൽ. സാധാരണ ഒരു കുറച്ച് സ്ഥലമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പറ്റും. അപ്പോ അതേപോലെ കുറച്ച് പണിയെടുക്കേണ്ടി വരും. കുറച്ച് ആളെ കൊണ്ടുവന്ന് അത് ഫുൾ ക്ലീൻ ചെയ്യിപ്പിച്ച് പിന്നെ ഇത് കോരി കൊണ്ടിടാൻ ആളാക്കി പിന്നെ വേറെ മുറ്റം ക്ലീൻ ചെയ്യാൻ ആളാക്കി പിന്നെ ആ രീതിയിൽ റൈറ്റ്. പിന്നെ അവിടെ കാണാൻ ഒരു ഭംഗിയായിരിക്കും, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ നമ്മളെ ഹൃദയത്തിനെ കൊണ്ടുനടക്കാൻ പറ്റണം. നമ്മളോട് ക്രിയേറ്റർ എന്താ പറഞ്ഞത്, നിങ്ങളെ ഹൃദയത്തിലേക്കാണ് ഞാൻ നോക്കുന്നുള്ളത് അല്ലെ, ഹൃദയത്തിലേക്കാണ് ഞാൻ നോക്കുന്നത്. ആ ഹൃദയം നോക്കുന്ന ഹൃദയത്തിനെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ പളുങ്ക് പാത്രം പോലെ സൂക്ഷിക്കണ്ടേ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊണ്ടെടുക്കണ്ടേ, ഒരു വെള്ളം പോലെ ശുദ്ധമാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ട പണി നമ്മൾ എടുക്കണ്ടേ. നമുക്ക് കുറെ സാധനങ്ങൾ വരും, നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു ലൈക്ക് ഒരു കൾച്ചർ ഉണ്ട്, ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നു. ആക്ച്വലി ഇന്നത്തെ കാലം ഒരുപാട് വരുന്ന ഒരു കേസാണ് ഈ റിലീജിയസ് ഡിപ്രഷൻ. അതായത് ലൈക്ക് എനിക്ക് അറിയുന്ന ഒരു കുട്ടിയുണ്ട്, ആൾക്ക് എല്ലാത്തിനും പേടിയാ, എല്ലാം കുറ്റം കുറ്റം അനങ്ങിയ കുറ്റം, ആ രീതിയിലാണ് ആള് ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താണ്, ആൾക്ക് ലൈഫിനെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ആള് എവിടെ നോക്കിയാലും ആ കുറ്റാവും ഇത് കുറ്റാവും, ഈ കുറ്റം തന്നെ നോക്കി നോക്കാണ്. ആക്ച്വലി സ്വർഗം ഒരു ഭാഗത്ത് വിശാലമായിട്ട് പറയുന്നുണ്ട്, കാരുണ്യവാനാണ് പടച്ചോനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്നും ആരും കാണുന്നില്ല. ലൈക്ക് അതിനെ അത് നമുക്ക് കിട്ടിയ ഒരു നോളജിന്റെ ഒരു പ്രയാസമാണത്. കാരണം പല കുട്ടികളും മതം വിട്ടിട്ട് പോവാൻ കാരണം എന്താണ്, ആക്ച്വലി ഈ ഒരു രീതിയിലാണ് നമ്മൾ മതത്തിനെയും സ്പിരിച്വാലിറ്റിനെയും കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി മതം എന്താണ്, റിലീജിയൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, അത് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നുണ്ട് അത് പറയുന്നുള്ളത്. ഇപ്പൊ റിലീജിയൻ വേറെ, സ്പിരിച്വാലിറ്റി വേറെ. ഓക്കെ, ഇപ്പൊ റിലീജിയനെ നമ്മള് പഴത്തിന്റെ തോലായിട്ട് കണക്കാക്കിയാല്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ പഴത്തിന്റെ ആ ആ പൾപ്പിന്റെ ഉള്ളിലേ ഉള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റ് ആണ് സ്പിരിച്വാലിറ്റി. ആ ടേസ്റ്റാണ് നമുക്ക് എല്ലാത്തിലും കിട്ടേണ്ടത്. നമ്മളിപ്പോ കർമ്മം റൈറ്റ്, വൺ സെക്കൻഡ്,
നമ്മളിപ്പോ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കർമ്മങ്ങൾ പലതും ചെയ്യുന്നല്ലേ. നമ്മൾ കർമ്മങ്ങള് ഇപ്പോ പ്രേയർ പ്രേയർ അല്ലെങ്കിൽ ധ്യാനം എന്തായാലും ചെയ്ത് ഇപ്പൊ നിസ്കരിക്കുന്നു. നമ്മൾ ഒന്ന് ഒപ്പിടാൻ വേണ്ടി തിരക്കിട്ടിട്ട് പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദെൻ ഫോർ വാട്ട്? നിസ്കരിക്കുന്ന ആൾക്കൊരു നരകമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആളുകൾക്ക് ആയിട്ട് ഒരു നരകം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ നിസ്കാരം പോലും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലായി പോകുന്ന നമ്മളെ മാനസികാവസ്ഥ എന്നെങ്കിൽ ഇറ്റ്സ് റിയലി എന്താ പറയാ, അത്രമാത്രം പരിതാപകരമാണ് നമ്മളെ അവസ്ഥ. ആക്ച്വലി നമ്മളോട് 5 ടൈം ആ ഒരു റിച്വൽ ഭയങ്കരമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ, ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പറയാൻ കാരണം എന്താ, അതിന്റെ ഉള്ളിൽ ആ പോസ്റ്റേഴ്സിന്റെ ഉള്ളിൽ പോലും പല സീക്രട്സ് ഉണ്ട്. അത് നമ്മളെ വെൽബീങ്ങിന് വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഇതെന്തോ അവിടെ കൊടുക്കാൻ പോകുന്നതാന്ന് നമ്മളെ വിചാരം. നോ, ഫോർ വാട്ട്? പഠിച്ചോനിക്ക് എന്തിനാ നമ്മളെ നിസ്കാരം? ഇത്രയും ഭൂമി മാത്രം നമ്മളിവിടെ കണ്ടു തീർന്നിട്ടില്ല. അതിന്റെ അപ്പുറത്തേക്ക് നക്ഷത്രങ്ങള്, അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ലൈക്ക് നമ്മള് തലന്റെ ഉള്ളിൽ കൊള്ളാൻ പാടുണ്ടോ ആ രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ അത്രയും നമ്മളെ ക്രിയേറ്ററിന്റെ ഗ്രാൻഡസ്റ്റ് ക്രിയേഷനാണ് നമ്മള്. അതായത് ഗ്രാൻഡസ്റ്റ് ക്രിയേറ്ററുടെ ഗ്രേറ്റസ്റ്റ് ക്രിയേഷനാണ് നമ്മളെന്ന മനുഷ്യൻ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, പരുന്ത് പറക്കുന്ന സമയത്ത് പരുന്തിനേക്കാൾ മുകളിൽ പറക്കുന്ന ഹെലികോപ്റ്ററിനുള്ള തോട്ടിട്ടത് മനുഷ്യൻ. അപ്പൊ ഓരോ മനുഷ്യന്മാർ ഇപ്പൊ നമ്മൾ കേരളത്തിലായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഓരോ മനുഷ്യന്മാരെ കണ്ടുപിടിക്കുന്ന സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ ഇരുന്ന് ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ബിഹൈൻഡും ഒരു മനുഷ്യന്റെ തലയല്ലേ. അപ്പൊ ആ മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചവൻ ക്രിയേറ്റർ ആരായിരിക്കും? ഓക്കെ, അപ്പൊ അത്രമാത്രം ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് നമ്മള്. അപ്പൊ നമ്മളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ കൈയും കാലും കണ്ണും മൂക്കും ഉള്ളിലുള്ള ഇന്റേണലി ഉള്ള ഓർഗൻസും, അതിന്റെ അപ്പുറത്തേക്ക് കോശങ്ങളെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളും, അതിന്റെ ഉള്ളിൽ മൈറ്റോകാൺട്രിയ എന്ന് പറയുന്ന സംഭവം, അതിന്റെ ഉള്ളിലും ഒരുപാട് വർക്കേഴ്സ്, നമ്മളെ കോശങ്ങൾക്കുള്ളിന്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയന്റെ ഉള്ളിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അതിന്റെ ഉള്ളിലുള്ളത് ആക്ച്വലി ഇറ്റ്സ് എനർജി. എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചെറിയ ക്രിയേഷനാ. അപ്പൊ ഇത് വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളെ ലൈക്ക് ഈ ആത്മാവിന്റെ പർപ്പസ് ഒന്നും അറിയാണ്ട് കുറെ അടുത്ത പ്രശ്നവും ഇവിടുത്തെ പ്രശ്നവും എല്ലാം നമ്മൾ നോക്കി നമ്മളെ ജീവിതം ഇങ്ങനെ ദുസ്സഹമായിട്ട് നമുക്ക് ജീവിച്ച് മരിച്ചാൽ മതിയാണ്. ആക്ച്വലി നമുക്കിപ്പോ ഞാൻ മുന്നേ വിഷനും ഡ്രീമും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് വിഷൻ? വിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വിഷണറി ആയ മനുഷ്യന്മാർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ടുണ്ടാവും. ഡ്രീം ആയിട്ടുള്ള ആളുകൾ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ കുട്ടി, എൻ്റെ ലൈക്ക് ആ രീതിയിൽ അവരെ ലൈഫ് സ്പാന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടു പോകുന്നുള്ളത്. അപ്പോ നമുക്കൊരു ഡ്രീം ഹോൾഡ് ചെയ്ത് ജീവിക്കണോ അല്ലെ നമുക്കൊരു വിഷൻ ഹോൾഡ് ചെയ്ത് ജീവിക്കണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആക്ച്വലി വിഷൻ എന്താണ് അറിയോ? വിഷൻ ഈസ് ഓൾ അബൌട്ട് നമ്മളെ ഹാർട്ടാണ് വിഷനിൽ പങ്കെടുക്കുക. ഡ്രീം തലയാ പങ്കെടുക്കുക. നമുക്ക് ലോജിക് ലൈക്ക് ഇമോഷണൽ പാർട്ടും ഉണ്ട്, ലോജിക് പാർട്ടും ഉണ്ട്. നമ്മളെ മൈൻഡിന് ഒരു ക്രിട്ടിക് ഫിൽട്ടർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കേൾക്കുമ്പോൾ ആ ക്രിട്ടിക് ഫിൽട്ടറിലിട്ട് ചിലപ്പോൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ ഫിൽറ്ററിന്ന് പ്രോസസ് ചെയ്ത് ഇത് അരിച്ചൊന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ശരിക്കും ആ ഒരു മെറ്റാഫിസിക്കൽ എലമെന്റ്, അതായത് ക്രിയേറ്ററുമായിട്ട് അലൈനിങ് അല്ലെങ്കിൽ തവക്കുൽ അല്ലെങ്കിൽ വിശ്വാസം, അതിലേക്ക് നമ്മൾ എത്താം. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാന് ഓക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നതിൽ ഞാനൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി. അത് സ്പിരിച്വാലിറ്റി. അപ്പൊ നമ്മൾ വിഷനുള്ള ഒരാളായി മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ആ വിഷനുള്ള ഒരാളായി മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും എല്ലാം ആയിട്ട് നമുക്ക് ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം അല്ലെ, ഈ ലോകത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം. ഒന്നും വേണ്ട, വിഷൻ എന്ന് പറഞ്ഞ വലിയ സംഭവം. മുന്നേ ലൈക്ക് നമ്മളെ പാരന്റിങ് അൺലോക്കിങ്ങിലുള്ള ഒരു സെമീറ മാം, ആക്ച്വലി ആളുടെ വിഷൻ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ആൾ എന്താ പറഞ്ഞ, ആൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആള് 24 ലൈക്ക് ആൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ആൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കും. 2 ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ട് ആള് ഫുഡ് ഉണ്ടാക്കി അപ്പുറത്തിപ്പുറത്തെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ആള് യു എയിലായതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരുപാട് ലൈക്ക് ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, അവർക്കെല്ലാം ഭയങ്കര
ഹാപ്പിനെസ് ആണ് എന്നുള്ളത്. അപ്പൊ ഈ ആളുടെ വിഷൻ, സെമീറ മാമിന്റെ വിഷൻ എന്ന് പറയുന്നത് ആളുടെ വീട്ടിൽ ഒരു 24/7 വർക്ക് ചെയ്യുന്ന ഒരു കിച്ചൺ ഉണ്ടാക്കണം എന്നാണ് ആളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ലൈക്ക് വീട്ടിൽ അങ്ങനെ ഒരു കിച്ചൺ, ആര് വന്നാലും ഫുഡ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കാന്ന് പറയുന്നത് വെരി, എന്താ പറയാ, അത്രയും നല്ല കാര്യല്ലേ. നമുക്ക് എല്ലാവർക്കും ഫുഡ് എന്ന് പറയുന്നത് അല്ലേ, ചിലപ്പോ നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഫുഡിനാകട്ടി ടേസ്റ്റ് വിശപ്പിനാണ് എന്നുള്ളത് അല്ലെ. വിശന്നാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഫുഡിന്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന്റെ പാത്തിൽ നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ഹോൾഡ് ഓൺ. ഓക്കെ, ഫസ്റ്റ് ഫോർഗിവ്നെസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ജേർണൽ ചെയ്യുക, റൈറ്റ് ചെയ്ത് അത് കളയാ. ചില സമയത്ത് നമുക്ക് മടി വരും, കാരണം നമ്മളെ കോൺഷ്യസ് ലൈക്ക് ചില സമയത്ത് നമ്മളെ മൈൻഡ് തന്നെ പറയും, നമ്മളെ മൈൻഡിന് ഒരു മങ്കി മൈൻഡ് ആയിട്ടെല്ലാം നമുക്ക് പറയാം. അപ്പൊ നമ്മളോട് എന്താ ഇത്, അത് അതിനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. വേണ്ടിക്ക് അത് നമുക്ക് പൈശാചികം എന്ന് വേണ്ടിക്ക് അതിനെ പറയാം. ഓക്കെ, പൈശാചികമായിട്ട് എല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡും ലൈറ്റ് സൈഡും ഉണ്ട്. അപ്പൊ ആ ഡാർക്ക് സൈഡിനെ നമ്മൾ ഈ ലൈറ്റ് അടിച്ചിട്ട് അതിനെയും കൂടി ലൈറ്റിലേക്ക് ആക്കണം. അപ്പൊ ആ ഡാർക്ക് സൈഡിൽ വരുന്ന കുറെ എലമെന്റ്സ് ഉണ്ട്, നമുക്ക് കുറെ ഡൗട്ട്, ഫിയർ, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അതിനെല്ലാം ക്ലെൻസ് ചെയ്യാനുള്ള പ്രോസസ് ആണ് ഈ ഫോർഗിവ്നെസ്. അതിലേക്ക് വീണ്ടും നിങ്ങൾ എന്താണ് ആഡ് ചെയ്യുന്നത്? ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല, റൈറ്റ്? എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ലൈൻ ശക്കർത്തും ലസീദ് എന്നൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കുന്നതാണല്ലോ. അത് ലൈക്ക് ഉള്ളതിന് നന്ദി കാണിക്കുമ്പോൾ വർധനവ് തരും നമ്മളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മോഡേൺ സയൻസ് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ കാലിഫോർണിയ, ബെക്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാനത് വായിച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതില് റിസർച്ച് ചെയ്ത സമയത്ത് ആക്ച്വലി കണ്ടുപിടിച്ച കാര്യമാണ്. അവര് ഒരു ഹ്യൂമൻ ബോഡി 100+ ഹ്യൂമൻ ബോഡി എടുത്തിട്ട് അവര് റിസർച്ച് ചെയ്യാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ബോഡിയും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ബോധം ഇല്ലാത്ത ഒരു ബോഡിയും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ബോഡി എടുക്കുന്ന സമയത്ത് അവരെ എനർജി ഭയങ്കര ഹൈ ആണ്, അവരുടെ ഡോപ്പമിൻ ഭയങ്കര ഹൈ ആണ്, അവരുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര ഹൈ ആണ്. ആ രീതിയിലാണ് അവരെ ബോഡിയുള്ളത്. നേരെ മറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല, കുറെ റിഗ്രറ്റും ആ സാധനങ്ങൾ കൊണ്ട് നടക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഡോപ്പമിന്റെ ഉൽപാദനം വളരെ കുറവാണ്, അവരുടെ ബോഡിയിൽ ടോക്സിൻസ് ഒരുപാടുണ്ട്, അവരുടെ ബോഡിയിൽ ലൈക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ആ രീതിയിലാണ് നമ്മളെ ബോഡി പോലും ആയി മാറാന്നുള്ളതാണ്. കാരണം നമ്മളെ ചിന്തകളും ഞാൻ പറഞ്ഞില്ല, ഒരു മനുഷ്യൻ ആക്ച്വലി മുന്നേ എനർജി വേൾഡ്, ലൈക്ക് നമ്മളെ സെല്ലുലാർ വേൾഡ്, ന്യൂറൽ വേൾഡ്. ഓക്കെ, നമ്മൾ ആ എനർജി വേൾഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ഫോർഗിവ്നെസ് ചെയ്യണം. വാട്ട് ഈസ് മൈ എനർജി ദേർ? നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നു ഇല്ലാലോ. അപ്പൊ നമ്മൾ എനർജി ലോ ആണ്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ എനർജി എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാനുള്ള ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഫോർഗിവ്നെസ് ആണെങ്കിലും അൺകണ്ടീഷണൽ ലവ് ആണെങ്കിലും. ഇതിൽ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിട്ട് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് യു ക്യാൻ സീ ദ മിറാക്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിലൈറ്റിലാണ് ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്നുള്ളത്. ആക്ച്വലി ഡിലൈറ്റില് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഫസ്റ്റ് അറിയുന്ന കാര്യത്തിൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ. നമ്മൾ ഇത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ലൈക്ക് ആഫ്റ്റർ മാരേജ് ഒരു ലോങ് ടൈമിന് ശേഷമാണ് ഐ റീസ്റ്റാർട്ട് മൈ സ്റ്റഡീസ്. അപ്പൊ ഞാൻ ഈ പഠിക്കാൻ പറ്റിയതിന് ഞാൻ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി. ഓക്കെ, എനിക്ക് ഇതെല്ലാം അറിഞ്ഞല്ലോ, എനിക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ആയി. പിന്നെ ഞാൻ ഫസ്റ്റ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനൊന്നും വരുന്നില്ല, പിന്നെ നോക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് തീരുന്നില്ല. പിന്നെ അത് ലൈക്ക് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡായി മാറിയ ഒരു സമയം ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഓരോ കാര്യങ്ങളും ഞാൻ വയ്ക്കുന്ന കണ്ണിന്റെ പീലി, കണ്ണിന്റെ കൃഷ്ണമണി, അതിന്റെ ബാക്കിലുള്ള വൈറ്റ്, അതിലുള്ള ഫ്ലൂയിഡ്, ഈ പിരികം, ഈ സ്കിന്നിന്റെ ലെയേഴ്സ്, പല്ല്, നാവ്, അങ്ങനെ എന്തിനല്ല ഗ്രാറ്റിറ്റ്യൂഡ്. അതിന്റെ അപ്പുറം ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്. പൈസന്റെ കാര്യം നോക്കുമ്പോൾ ഇതുവരെ ഒരു പോയിന്റിൽ നമ്മൾ ബുദ്ധിമുട്ടിയ ടൈം ഉണ്ടായിരുന്നെങ്കിലും അതിലും ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുകയാണ്. മോനെ നോക്കുമ്പോ അവനിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട കാര്യങ്ങൾ. ആക്ച്വലി ഞാൻ എൻ്റെ മോനെ ഭയങ്കരമായിട്ട് എനിക്കത് ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഭയങ്കര ലൈക്ക് നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ നിസ്കാരം കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഭയങ്കര അങ്ങനെ ചെയ്തിട്ടുണ്ടായിട്ടില്ല.
ബട്ട് ഞാൻ ആക്ച്വലി സ്പിരിച്വൽ പാരന്റിങ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം അവനാണ്. അവനൊരു പോയിന്റിൽ എന്നോട് പറഞ്ഞു, ഉമ്മ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പം വല്ലാണ്ട് ദേഷ്യം വരുന്നത്. ആ ഒരു പോയിന്റിലാണ് ഞാൻ പാരന്റിങ് പഠിക്കാൻ ഇറങ്ങിയത്. കാരണം എന്താണ് ഈ കുട്ടി നല്ലൊരു കുട്ടിയാണല്ലോ, പിന്നെന്താ ഇപ്പൊ ഇനി ദേഷ്യം വരുന്നത് എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ ആക്ച്വലി പാരന്റിങ് പഠിച്ചതും സ്പിരിച്വൽ പാരന്റിങ് കോച്ച് ആയതും എല്ലാം ആ ഒരു ജേണി. അപ്പൊ 2 ദിവസം മുന്നേ ശരിക്കും അതിൽ ഞങ്ങൾക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്. 2 ദിവസം മുന്നേ ദീപാവലിന്റെ ലീവ് ഉണ്ടായ സമയത്ത് ഇപ്പൊ ടീനാണല്ലോ, കുറച്ച് ടീൻസിൻ്റെതായ കുറച്ച് റിഫ്ലക്ഷൻസ് എല്ലാം ഉണ്ട്, ഹെയർ സ്റ്റൈലും ലൂസ് പാൻറ്റും സാധനങ്ങളും. പിന്നെ ഞാൻ വെക്കുന്നത് ലെറ്റ് ഇറ്റ് ബി, അത് അവന്റെ ടൈം ആയി കഴിഞ്ഞാൽ ഓനെ സെറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഒരു പ്രൗഡ് മദറായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താ അറിയോ, എന്നോട് അന്ന് രാവിലെ പറയാണ്, ഇവിടെ ഒന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അമ്മി നീ ഒന്ന് വാ, ഉപ്പ ഇതാക്കുന്ന, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എന്നോട് പറഞ്ഞു ഉമ്മ ഞാൻ ഇന്ന് ഒന്നിനും നിൽക്കണ്ട വിചാരിച്ചിന്, ഒരു ലൈക്ക് ലീവാണല്ലോ. ഞാൻ ചോദിച്ചു പിന്നെ നീ എന്താ അല്ല ഞാൻ ഇന്ന് ഉപ്പുമാന്റെയും ഉപ്പാവാന്റെയും ഖബറ് വൃത്തിയാക്കാൻ പോന്നാ പറഞ്ഞു. അപ്പൊ എനിക്ക് ആക്ച്വലി ഞാനും ചിന്തിക്കാത്ത കാര്യം, എനിക്ക് അത് ഭയങ്കര ലൈക്ക് എന്താ പറയാ, ആസ് എ പാരന്റ് ഓന്റെ എന്ത് സക്സസ് കണ്ടാലാണ് എനിക്ക് അത്രമാത്രം നിറവ് ഫീൽ ചെയ്യാന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആ കുട്ടിനോട് പറഞ്ഞിട്ട് ഒന്നുമില്ല, ലൈക്ക് അവൻ ഇങ്ങോട്ട് പറയാണ്. അപ്പൊ ഇന്നത്തെ നമ്മള് അറിയാലോ, ഒരു ജനറേഷൻസിനെ കുറ്റം പറയുന്നില്ല, വീണ്ടും വീണ്ടും അത് ഒരിക്കലും നമുക്ക് അത് പറയാൻ അർഹതയില്ല. കാരണം ഓരോ കാലഘട്ടത്തിനായിട്ട് അനുസരിച്ചിട്ടുള്ള ഒരു കുട്ടികൾ തന്നെയാണ് പഠിച്ചോൻ സൃഷ്ടിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലുള്ള മക്കളിലും അവരിലെ നന്മ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ കുറിച്ചിട്ടും നമ്മളെ പാരന്റ്സ് പറയുന്നുണ്ടായിരുന്നു, അതിന്റെ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കോട്ടുള്ള കാലഘട്ടത്തിനെ കുറിച്ചിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഞാനിത് എനിക്ക് അന്ന് ഭയങ്കര, ഞാൻ എങ്ങനെ പഠിച്ചവനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഓനിപ്പോ ഓന്റെ ഹെയർ സ്റ്റൈല്, ഓന്റെ ഡ്രസ്സിങ്, ചിലപ്പോ ഒരു ബാൻഡ് കെട്ടലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഏത് രീതിയിലാ നമ്മള് അതാ പറയും, നമ്മൾ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ള. അപ്പൊ നമുക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ്, ലൈക്ക് ഓന് ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട് മുന്നേ. 500 കിലോമീറ്റർ സൈക്ലിംഗ് ചലഞ്ചിന് കംപ്ലീറ്റ് ചെയ്തിട്ട് വലിയ റിവാർഡ് കിട്ടി, സ്കൂളിൽ നിന്നെല്ലാം ഭയങ്കര റെക്കഗ്നിഷന് കാര്യങ്ങളെല്ലാം. പക്ഷെ അതിലൊന്നും കിട്ടാത്ത ഒരു ആനന്ദം എനിക്ക് മിഞ്ഞാന്ന് ആ ഒരു വാക്കിൽ കിട്ടി. ഞാൻ ഇങ്ങനെ ശരിക്കും അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആയി. കാരണം നമ്മൾ കൊടുത്തിട്ടല്ല, ആക്ച്വലി അതാ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും കാലഘട്ടത്തിന്റെ കുട്ടികളെ കുറ്റം പറയണ്ട പറയുന്നല്ല. കാരണം എല്ലാ കാലഘട്ടം, ഇതിപ്പോ എന്റെ മകനായോണ്ട് പറയുന്നല്ല, ആക്ച്വലി ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയായി മാത്രം ഞാൻ അതിനൊരു ലൈക്ക് ഒരു കുട്ടിന്റെ ഒരു നന്മ കണ്ടത് ഞാൻ പറയണം. അപ്പൊ ഒരിക്കലും നമ്മള് കാലഘട്ടത്തിന്റെ കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ കുറ്റം പറയാൻ പോവരുത്. ഓക്കെ, ആൻഡ് ഓൾസോ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഓക്കെ, അപ്പോൾ അതെല്ലാം പറയാനുള്ളത്. അപ്പൊ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന്റെ പാത്തിലുള്ള നിങ്ങളിപ്പോ ഫ്രൈഡേ ടോക്ക് കേൾക്കുന്നുണ്ട് തന്നെ, യു ആർ ഇൻ ദ പാത്ത് ഓഫ് സ്പിരിച്വൽ, ഒരു സ്പിരിച്വൽ ക്ലെൻസിങ്, സ്പിരിച്വൽ ഹാർട്ട് ഡിസീസിനെ മനസ്സിലാക്കുക, സ്പിരിച്വൽ എന്താ പറയാ എൻലൈറ്റ്മെന്റിലേക്ക് നമുക്ക് എത്തണം. ഇറ്റ്സ് എ ജേർണി, ഇറ്റ്സ് എ ലോങ് ജേർണി. അപ്പോൾ ഇതിലേക്ക് എത്തുന്ന നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും അൺകണ്ടീഷണൽ ലവും ഹോൾഡ് ഓൺ ചെയ്യുക. ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതേപോലെ പറയാനുള്ള കാര്യം, വിഷൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. വിഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് വരും. നമ്മൾ ആക്ച്വലി എനിക്കെല്ലാം വിഷൻ വന്നത് ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ ഞാൻ പോയ സമയത്താണ്. എനിക്ക് വിഷൻ ഓക്കെ, വിഷൻ എല്ലാം ഉണ്ടല്ലേ, വിഷൻ എന്ന് പറയുന്ന സംഭവം ആക്ച്വലി നമ്മളെന്ത് കുറെ ഡ്രസ്സ് വാങ്ങിക്കുന്ന, കുറെ അങ്ങനെ അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെതും. ആക്ച്വലി പക്ക ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫ് എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നമ്മൾ. അപ്പൊ നമ്മൾ ഈ ഒരു സ്പിരിച്വാലിറ്റി എല്ലാം കേട്ടത് ആക്ച്വലി നമ്മളെ ഗുരുവിന്റെ അടുത്ത്, ഞാൻ റിൻഷി ഒരു ഗൈഡിന്റെ അണ്ടറിലാണ്. അപ്പൊ കേട്ടത് നമ്മളെ ഗൈഡിന്റെ അടുത്ത് നിന്നാണ്. പല കാര്യങ്ങളും ഞാൻ ഗൈഡിൻ്റെത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കാറുണ്ട്, നിങ്ങൾക്കും അതിന്റെ നോളജ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. ആ ഒരു മധുരം, ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റട്ടെ എന്നുള്ളതിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഇപ്പൊ ഫ്രൈഡേ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വലിയ ആളായിട്ട് പറയുന്നല്ല കേട്ടോ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗൈഡഡ്. ഞാൻ ഒരിക്കലും ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ വന്നിട്ട് എടുക്കാറില്ല. ഞാൻ ലെറ്റ് ഇറ്റ് ബി. എന്താണ് നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തെല്ലോ നമ്മളെ സബ് കോൺഷ്യസിൽ ഹിറ്റായിട്ട് ആടി ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് അത് കിട്ടട്ടെ എന്നുള്ള ഒരു ഇന്റൻഷനിൽ വന്ന് ഈ പറഞ്ഞ ലിങ്ക് ഓൺ ചെയ്ത് നിങ്ങൾക്ക് റിൻഷിന്റെ മെഡിറ്റേഷൻ ആണെങ്കിലും ആ രീതിയിലാണ്. ഇപ്പൊ മെഡിറ്റേഷൻ
നിങ്ങൾ ആ രീതിയിൽ കാണാന്നുള്ളതാണ്. അത് ഇറ്റ്സ് എ ബിഗ് തിങ്, ചെറിയ കാര്യമല്ല. അപ്പൊ നമ്മൾ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന്റെ പാത്തിലുള്ളത്. അപ്പൊ നമ്മളെ പ്യൂരിഫിക്കേഷൻ, നമ്മളെ സ്പിരിച്വൽ ഹാർട്ടിന്റെ പ്യൂരിഫിക്കേഷൻ, ഞാൻ പറഞ്ഞ പോലെ ദൈവം എവിടെയുള്ള ദൈവം ഇറ്റ്സ് ഹിയർ, നമ്മളെ ഹാർട്ടിലാണ്, നമ്മളെ ഹൃദയത്തിലാണ് ദൈവം ഉള്ളത്. ഓക്കെ, ഹൃദയത്തിൽ ദൈവം ഉണ്ടായാലും മാത്രമാണ് നമ്മളെ നാവിലൂട്ട് വരുന്നത് എന്താവും, സലാമിന്റെ കലാമാവും. റൈറ്റ്? നമ്മള് നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല വേദങ്ങളും വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എവറിത്തിങ്, എല്ലാം വേണം, എല്ലാം വേണം. അതിലേക്ക് നമുക്ക് വേണ്ട ഡിസിപ്ലിനും അതിലേക്ക് വേണ്ട ഒരു പാത്തും തരുന്നത് നമ്മളെ മതം തന്നെയാണ്. ഏത് മതം ഹോൾഡ് ചെയ്താലും നമുക്കൊരു ചിട്ടയായ ഒരു ഡിസിപ്ലിൻ, നമുക്ക് അദബുൻ തരുന്നത് നമ്മളെ മതം തന്നെയാണ്. അപ്പൊ ആ അദബില് ഡിസിപ്ലിനിൽ നമ്മൾ ജീവിച്ച് നമ്മൾ ആ ഒരു മര്യാദ ഫോളോ ചെയ്ത് നമ്മൾ ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിൽ എത്തണം. പിന്നെ നമ്മൾ ചോദിക്കും ഇതെന്താ, ഞാനെല്ലാം മുന്നേ ഉണ്ടായിട്ടുണ്ട് കുറേ ട്രാൻസ്ഫോർമേഷൻ സെഷൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തു. ഒരു സമയത്ത് എനിക്ക് ഇതൊരു കൈൻഡ് ഓഫ് ഒബ്സഷൻ ആയിരുന്നു, എനിക്ക് മൈൻഡിനെ കുറിച്ച് അറിയാലോ. അപ്പോൾ നല്ല പേയ്മെന്റ് കൊടുത്തിട്ട് പഠിച്ചിട്ടുള്ളത്. ഇറ്റ്സ് അറൌണ്ട്, ഐ തിങ്ക് ഇപ്പൊ എന്തായാലും ഒരു നല്ലൊരു ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട്, അറൌണ്ട് 7 lakh എല്ലാം ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ലൈക്ക് എനിക്ക് അങ്ങനെയായിരുന്നു, ഒരു കൈൻഡ് ഓഫ് ഒബ്സഷൻ ആയിരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കൽ. അപ്പോ ബട്ട് ഒരിക്കലും അതെനിക്ക് നഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ മൊമെന്റിൽ വരെ എനിക്ക് അത് നഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ എന്നൊരു വ്യക്തിന്റെ കംപ്ലീറ്റ് ഒരു മുഖച്ഛായ മാറ്റിയത് ഞാൻ ഈ ഒരു ജേർണിയിലേക്ക് പോയത് കാരണമാണ്. അതേപോലെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കൊണ്ടിട്ടില്ലെങ്കിലും നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അവരുടെ ലൈഫിലേക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ഞാൻ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്റെ സ്വയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തോണ്ടാ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒന്നും അറിയില്ല, ബിഗ് സീറോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടിപ്പിക്കൽ ഹൗസ് വൈഫായി, ഒരു നോർമൽ ടിപ്പിക്കൽ വുമനായി ജീവിക്കുന്ന ഞാന് എന്റെ സ്വയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഉണ്ടാവാനും അതിലൂടെ കുറെ ആളുകൾക്ക് എനിക്ക് എന്തെങ്കിലും രീതിയിൽ അവരെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിലുള്ള പാത്തിലുള്ള നിങ്ങൾ ഇപ്പൊ ഫോർഗിവ്നെസ് എഴുതന്നെ വേണം. ഫോർഗിവ്നെസ് ഡെഫിനറ്റ്ലി അത് എഴുതി കളയണം. എന്തെങ്കിലും ആരെങ്കിലും പ്രയാസപ്പെടുത്തിയതുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ എഴുതിയിട്ട് ജസ്റ്റ് കീറി കളയാം, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാം, ആ രീതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങളോട് റിയലി ഗ്രേറ്റ്ഫുൾ, ബിക്കോസ് നിങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ വായി തുറക്കാൻ പറ്റിയ. റൈറ്റ്? അപ്പോ കേട്ടതും അറിഞ്ഞതും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. റിൻഷി, ഓവർ ടു യു. Okay, thank you so much, Farisha ma'am. ഞാൻ ജസ്റ്റ് കേൾക്കായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയില്ലേ. നിങ്ങൾക്ക് ഇതൊന്ന് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട്, വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. പരീക്ഷ മാം പറഞ്ഞ പോലെ അറിവെന്ന് പറയുന്നത് സ്ലൈറ്റ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ആ ഒരു അറിവിനെ സ്വീകരിച്ചിട്ട് ശരിക്കും അറിവിന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോ നമ്മൾ ഒരിക്കലും അറിവിനെ നമ്മളുടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അറിവിന്റെ ഒരു ലെവലുണ്ട്, അതിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹാർട്ടിനെ എലവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഓൾവേസ് ട്രൈ. നമ്മളെല്ലാവരും ആ ഒരു പാത്തിലാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ഷെയർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റേസ് ഹാൻഡ് ചെയ്ത് ജസ്റ്റ് സംസാരിക്കാം. ഇഫ് യു വാണ്ട് എനിവൺ, ആർക്കെങ്കിലും സംസാരിക്കണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്പീക്ക്. താങ്ക് യു രചീന മാം. ഓക്കെ, സോ നിങ്ങൾക്കാർക്കും സംസാരിക്കാനില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനിയുള്ള സെഷൻസിന്റെ അപ്ഡേറ്റ് എന്തായാലും ഗ്രൂപ്പിൽ വരും. ഓൾസോ റെക്കോർഡിംഗ് എന്തായാലും ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, നിങ്ങൾ ആർക്കെങ്കിലും നീഡഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓർ എൽസ് ആർക്കെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ യെസ്, താങ്ക് യു സോ മച്ച് ഫോർ joining. See you in the next session. Bye.